നമസ്കാരം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ തോൽവി ബി.ജെ.പിയിൽ തീർത്തിരിക്കുന്ന പൊല്ലാപ്പ് ഉടനെങ്ങും അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. പാർട്ടിയിലെ പൊട്ടിത്തെറി മാലപ്പടക്കത്തിന് തിരികൊളുത്തിയ രീതിയിൽ പോവുകയാണ്. അതെവിടെ അവസാനിക്കുമെന്ന് കണ്ടറിയുക തന്നെ വേണം. ഏറ്റവും ഒടുവിൽ പാലക്കാട് നഗരസഭാ ഭരണം ബി.ജെ.പിക്ക് നഷ്ടപ്പെടുമോ എന്നതിലെത്തി നിൽക്കുന്നു കാര്യങ്ങൾ. നിലവിൽ 52 അംഗങ്ങളുള്ള നഗരസഭ 28 കൗൺസിലർമാരുമായി ബി.ജെ.പി കേവല ഭൂരിപക്ഷവും കടന്ന് സീറ്റുകൾ നേടി ഭരിക്കുകയാണ്. കേരളത്തിൽ ബി.ജെ.പി അങ്ങനെ കേവല ഭൂരിപക്ഷം നേടി ഭരിക്കുന്ന ഏക മുനിസിപ്പാലിറ്റിയാണ് പാലക്കാട്. അവിടെ ഇപ്പോൾ വലിയ പ്രതിസന്ധിയാണ് ബി.ജെ.പി നേരിടുന്നത്. അതിന് കാരണമായിരിക്കുന്നത് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ ഞെട്ടിപ്പിക്കുന്ന തോൽവിയാണ്. തോൽവിക്ക് പിന്നാലെ നിരവധി പ്രതികരണങ്ങൾ ഉണ്ടായി. കെ സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തിന് ഒരു കത്തയച്ചു. ആ കത്തിൽ ശോഭാ സുരേന്ദ്രനെയും ഏതാണ്ട് 18ഓളം കൗൺസിലർമാരെയും പരാജയത്തിൽ കുറ്റപ്പെടുത്തിക്കൊണ്ട് അതിൽ പറയുന്നുവെന്നും വാർത്തകൾ പുറത്തു വന്നിരുന്നു. സുരേന്ദ്രൻ ഇക്കാര്യം പിന്നീട് നിഷേധിച്ചു. എങ്കിൽ പോലും പാർട്ടിക്കുള്ളിൽ പറയുന്നത് 18 കൗൺസിലർമാർ ഈ പരാജയത്തിന് കാരണക്കാരാണ് എന്നാണ്. അവർ പാർട്ടിക്കെതിരായി പ്രവർത്തിച്ചു എന്ന് നേതൃത്വം വിലയിരുത്തുന്നു. ഈ 18 കൗൺസിലർമാരും ഇപ്പോൾ പാർട്ടിക്കെതിരെ തിരിഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇന്നലെ നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ തന്നെ നേതൃത്വത്തിനെതിരെ പരസ്യ വിമർശനവുമായി രംഗത്തെത്തി. തോൽവിക്ക് കാരണം സ്ഥാനാർത്ഥിത്വമാണ്. തങ്ങൾ പ്രചരണത്തിന് ചെല്ലുമ്പോൾ ഇദ്ദേഹമാണോ സ്ഥാനാർത്ഥി, വേറെ ആരെയും കിട്ടിയില്ല എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ജനങ്ങളിൽ നിന്നും ഉണ്ടായി എന്നുവരെ പ്രമീള ശശിധരൻ പറഞ്ഞു. അത്തരത്തിൽ ശക്തമായ രീതിയിൽ പരസ്യ വിമർശനമാണ് പ്രമീള ശശിധരൻ ഉയർത്തിയത്. ഒപ്പം തന്നെ ബി.ജെ.പി ദേശീയ കൗൺസിൽ അംഗവും കൗൺസിലറുമായ എൻ ശിവരാജൻ, അദ്ദേഹവും രൂക്ഷ വിമർശനവുമായിട്ട് രംഗത്തെത്തി. ഈ തോൽവിയുടെ പാപഭാരം കൗൺസിലർമാർക്ക് മേൽ കെട്ടിവെക്കാനുള്ള നേതൃത്വത്തിന്റെ നീക്കത്തിനെതിരെ അദ്ദേഹം രൂക്ഷമായ ഭാഷയിലാണ് ആഞ്ഞടിച്ചത്. അതേസമയം അദ്ദേഹം കെ സുരേന്ദ്രനെ മാത്രം കുറ്റപ്പെടുത്തുന്നതിൽ താല്പര്യപ്പെടുന്നുമില്ല. കെ സുരേന്ദ്രനെ സംരക്ഷിക്കുന്നുമുണ്ട്. എങ്കിൽ പോലും ഈ കൗൺസിലർമാർക്കെതിരായ നീക്കം അത് ശരിയായ കാര്യമല്ല. കൗൺസിലർമാരല്ല പരാജയത്തിന് കാരണം. അവർ ശക്തമായ രീതിയിൽ മികച്ച രീതിയിൽ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. തന്റെ ബൂത്തിൽ പോലും ഏതാണ്ട് 800-ലധികം വോട്ടുകൾ പോൾ ചെയ്ത ബൂത്തിൽ അതിൽ 600-ലധികം വോട്ടുകളും ബി.ജെ.പിക്കാണ് ലഭിച്ചത്. അത്തരത്തിൽ ഓരോ കൗൺസിലർമാരും മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം ഈ പരാജയത്തിന് പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്ന കാരണം പാലക്കാടിന്റെ പ്രഭാരിയായിട്ടെത്തിയ കോഴിക്കോടുകാരനായ പി രഘുനാഥാണ്. അദ്ദേഹത്തിന് ഈ മണ്ഡലവുമായിട്ട് യാതൊരു പരിചയവുമില്ല, മണ്ഡലത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ല. അത്തരമൊരു വ്യക്തിക്ക് ചുമതല കൊടുത്തത് ശരിയായ തീരുമാനമായില്ല എന്ന വിമർശനം അദ്ദേഹം ഉയർത്തിയിരുന്നു. അങ്ങനെ കൗൺസിലർമാർ ഉൾപ്പെടെ പലരും നേതൃത്വത്തിനെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന കാഴ്ച കണ്ടു. അതിന് തടയിടാനായിട്ട് നേതൃത്വം ഇപ്പോൾ നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പ് നൽകുന്നു. പരസ്യ പ്രസ്താവനകൾ വിലക്കിയിരിക്കുന്നു. പ്രമീള ശശിധരനും ഒപ്പം തന്നെ എൻ ശിവരാജനും കാരണം കാണിക്കൽ നോട്ടീസ് നൽകും. കുറഞ്ഞത് പ്രമീള ശശിധരനെങ്കിലും ഈ പരസ്യ പ്രതികരണത്തിൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകും. അവരിൽ നിന്നും വിശദീകരണം തേടുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കൗൺസിലർമാർക്കെതിരെ നടപടിക്കുള്ള ഒരു നീക്കവും ബി.ജെ.പി നേതൃത്വത്തിൽ ശക്തിപ്പെടുന്നുണ്ട്. എന്നാൽ അതിനെ തടയിടാനുള്ള നീക്കം കൗൺസിലർമാരും നടത്തുന്നു. എന്തെങ്കിലും തരത്തിലുള്ള നടപടി വന്നാൽ അതിനെ രാജ്യഭീഷണി മുഴക്കി നേരിടാനാണ് കൗൺസിലർമാരുടെ നീക്കം. ഒപ്പം തന്നെ മറുവശത്ത് പാർട്ടിയിലെ ബി.ജെ.പിയിലെ ഈ പ്രതിസന്ധിയെല്ലാം കണ്ടുകൊണ്ട് കരുനീക്കങ്ങൾ കോൺഗ്രസ് ശക്തമാക്കിയിട്ടുണ്ട്. ഇടഞ്ഞു നിൽക്കുന്ന കൗൺസിലർമാരെ തങ്ങൾക്കൊപ്പം എത്തിക്കാനുള്ള ശ്രമമാണ് പാലക്കാട് DCC അധ്യക്ഷൻ എ തങ്കപ്പനും ഒപ്പം തന്നെ പാലക്കാട് MP VK ശ്രീകണ്ഠനും നടത്തുന്നത്. രണ്ടുപേരും ഈ പറയുന്ന ഇടഞ്ഞു നിൽക്കുന്ന 18 കൗൺസിലർമാരെയും പാർട്ടിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. അവർക്ക് ബി.ജെ.പിയിൽ തുടരാൻ പറ്റാത്ത സാഹചര്യമാണ്. കോൺഗ്രസിന്റെ ആശയങ്ങൾ സ്വീകരിച്ചുകൊണ്ട് വന്നാൽ അവരെ അംഗീകരിക്കാൻ തയ്യാറാണ് എന്ന് എ തങ്കപ്പനും VK ശ്രീകണ്ഠനും പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അത് വലിയൊരു നീക്കമാണ്. കാരണം ഈ 18 കൗൺസിലർമാരും ബി.ജെ.പി നേതൃത്വത്തോട് അത്ര രസത്തിലല്ല. തങ്ങൾക്കെതിരായ ആരോപണങ്ങൾ അല്ലെങ്കിൽ ഈ പരാജയത്തിൽ തങ്ങളെ പഴിക്കുന്നത് അവർക്ക് സഹിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ അവര് ഓരോ നീക്കങ്ങളും സൂക്ഷ്മം വിലയിരുത്തുകയാണ്. പാർട്ടിയിൽ നിന്നും എന്തെങ്കിലും തരത്തിലൊരു നടപടി ഉണ്ടായാൽ അതിന് ചുട്ട മറുപടി കൊടുക്കാൻ അവർ സന്നദ്ധരായി ഇരിക്കുന്നുണ്ട്. അതേസമയം കോൺഗ്രസിന്റെ ഈ നീക്കത്തെ വിമർശിക്കുകയാണ് എൻ ശിവരാജൻ. അദ്ദേഹം പറയുന്നത് RSSന്റെ ആശയത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ എവിടെയും വിട്ടുപോകില്ല. RSSകാരെ എടുക്കുമെന്ന് കോൺഗ്രസ് ഒരു പ്രമേയം പാസ്സാക്കട്ടെ, അതിനുശേഷം ഞങ്ങൾ പോകാം, വേണമെങ്കിൽ ശ്രീകണ്ഠനും തങ്കപ്പനും ഒക്കെ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരാമെന്നൊക്കെ അദ്ദേഹം പറയുന്നു. ആരും പാർട്ടി വിട്ടു പോകില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എങ്കിൽ പോലും അത് പൊതുവായൊരു നിലപാട് അല്ല. മറ്റു കൗൺസിലർമാരൊക്കെ തന്നെ പാർട്ടിയുമായിട്ട് അതൃപ്തിയിലാണ്, ഇടഞ്ഞു നിൽക്കുകയാണ്. അവർ എപ്പോൾ വേണമെങ്കിലും ഒരു നിലപാട് സ്വീകരിക്കാൻ സന്നദ്ധരുമാണ്.
ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് കോൺഗ്രസിന്റെ ചടുലമായ ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത്. ഈ 18 കൗൺസിലർമാരിൽ ആരെങ്കിലുമൊക്കെ തന്നെ പാർട്ടി വിടാൻ തയ്യാറായാൽ അല്ലെങ്കിൽ കോൺഗ്രസിൽ ചേരാൻ തീരുമാനിച്ചാൽ അത് BJPക്ക് കനത്ത ഒരു പ്രഹരമായിട്ട് മാറുകയും ചെയ്യും. ഒപ്പം തന്നെ പാർട്ടിയിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ തുടരുകയാണ്. ഇന്ന് കോഴിക്കോട് മുരളീധരൻ, ഒപ്പം തന്നെ K. സുരേന്ദ്രൻ, P. രഘുനാഥ് എന്നിവർക്കെതിരായ പോസ്റ്ററുകൾ കോഴിക്കോട് നഗരത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഇവരെ 3 പേരെയും ചേർത്ത് കുറുവ സംഘം എന്നാണ് ഈ പോസ്റ്ററിൽ വിശേഷിപ്പിക്കുന്നത്. നമുക്കറിയാം, കുറുവ സംഘം എന്ന് പറയുന്ന അടുത്തിടെ ഈ ആലപ്പുഴയിലും ഒപ്പം എറണാകുളത്തുമൊക്കെ മോഷണവുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ട തമിഴ്നാട്ടിൽ നിന്നും വന്നിട്ടുള്ള സംഘമാണ്. അത്തരത്തിലുള്ള നശീകരണത്തിന്റെ സംഘമായിട്ടാണ് K. സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷൻ, ഒപ്പം തന്നെ മുൻ സംസ്ഥാന അധ്യക്ഷനും മുൻ കേന്ദ്രമന്ത്രിയുമായ V. മുരളീധരൻ, ഒപ്പം P. രഘുനാഥ് എന്നീ 3 പേരുടെ മൂവർ സംഘത്തെ ചിത്രീകരിക്കുന്നത്. ഈ സംഘത്തിൽ നിന്നും BJPയെ രക്ഷിക്കുക എന്ന ആവശ്യമാണ് ഈ പോസ്റ്ററിൽ ഉന്നയിക്കുന്നത്. സേവ് BJP എന്ന പേരിലാണ് ഈ പോസ്റ്റർ ഇറക്കിയിരിക്കുന്നത്. അത്തരത്തിൽ നിരവധി വിമർശനങ്ങൾ ഓരോ കോണിൽ നിന്നും പാർട്ടിക്കും പാർട്ടി നേതൃത്വത്തിനുമെതിരെ ഉയരുകയാണ്. ഈ വിമർശനങ്ങളൊക്കെ തന്നെ സംസ്ഥാന അധ്യക്ഷൻ തള്ളിക്കളയുന്നുണ്ടെങ്കിൽ പോലും ഈ പാർട്ടിയിൽ ഉടലെടുത്തിരിക്കുന്ന ഒരു അഗ്നിപർവ്വതം അത് പുകഞ്ഞ് ഓരോ ഘട്ടത്തിലും ഓരോ തരത്തിൽ പൊട്ടി പുറത്തേക്ക് പോവുകയാണ്. ഈ കൗൺസിലർമാരുടെ നീക്കം അത് BJP അവർക്കെതിരെ നടപടിക്ക് തുനിയുന്നുണ്ടെങ്കിൽ പോലും ഒരു ആശങ്ക ഉയർത്തുന്നുണ്ട്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. കാരണം BJPയിൽ നിന്നും അടുത്തിടെ കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ, അദ്ദേഹവുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന കുറച്ച് കൗൺസിലർമാരുണ്ട്. സന്ദീപ് വാര്യരെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അത്തരത്തിൽ അതൃപ്തരായവരെ പാർട്ടിയിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നുമുണ്ട് പാർട്ടി. അതിനുള്ള ഒരു ചുമതല സന്ദീപ് വാര്യർക്ക് നൽകിയിട്ടുമുണ്ട്. സന്ദീപ് വാര്യരുമായിട്ട് പലരും ബന്ധപ്പെടുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം കരുതുന്നത്. ഒപ്പം ഇന്നലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞ ഒരു കാര്യം കൂടി ചേർത്ത് വായിക്കണം. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഇനിയും ആരെങ്കിലും ഒക്കെ BJP നേതാക്കൾ പാർട്ടിയിലേക്ക് വരുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കാണാനിരിക്കുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ടല്ലോ എന്നാണ്. അപ്പോൾ പലരും പാർട്ടിയിലേക്ക് വരാൻ സന്നദ്ധരാണ് എന്ന കോൺഗ്രസ് നേതൃത്വത്തിന് തന്നെ ഉറപ്പുണ്ട്, അല്ലെങ്കിൽ അത്തരം അറിവുണ്ട്. പലരും വരാനുള്ള സാധ്യതയും പ്രതിപക്ഷ നേതാവിനെ തള്ളിക്കളയുന്നുമില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ പാലക്കാട് നഗരസഭയിലെ 18ഓളം കൗൺസിലർമാരുടെ ഒരു നീക്കത്തെ നമ്മൾ വിലയിരുത്തേണ്ടത്. അവർ പാർട്ടിക്ക് അല്ലെങ്കിൽ പാർട്ടിക്കെതിരായിട്ട് അല്ലെങ്കിൽ ഒരു വിമത ഗ്രൂപ്പ് എന്ന നിലയിലേക്ക് അവർ ചുരുങ്ങുകയാണെങ്കിൽ BJPക്ക് പാലക്കാട് നഗരസഭ ഭരണം നഷ്ടമാകും. ഒപ്പം തന്നെ വലിയൊരു തിരിച്ചടി അവിടെ ഉണ്ടാവുകയും ചെയ്യും.